കാണൽ ചടങ്ങ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനൊരു ചടങ്ങ് ആദ്യമായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവും. ഷിയാസ് ഇന്ന് വരെ ഒരു ഗെയിമിൽ തോറ്റ ചരിത്രം ഞാൻ ഷിയാസിന് ഇവിടെ കണ്ടിട്ടില്ല. എന്താണ് പറ്റിയ? കോൺസെൻട്രേഷൻ പോയതാണോ? കുട്ടി തന്നെ. ഏത് കുട്ടി? ആ ഈ കുട്ടി അല്ല, കണ്ണി നോക്കാൻ പറഞ്ഞതാണോ പ്രശ്നമായത്? എന്തായിരുന്നു അപ്പൊ ഉണ്ടായ സ്പോട്ടിൽ? ഞാൻ ഇങ്ങനെ കൺട്രോൾ ഇമാജിൻ ചെയ്യും, അപ്പൊ തന്നെ വെള്ളം പോകും. എന്ത് ഇമാജിൻ ചെയ്യും? ഇങ്ങനെ ഞങ്ങളിങ്ങനെ പാർക്കിലൂടെ നടക്കുന്നത്. ഞാൻ കുറച്ച് റൊമാൻറ്റിക് ആയി പോയി. അപ്പൊ ശരിക്കും പറഞ്ഞ കണ്ണി നോക്കാൻ പറഞ്ഞതാണ് ആക്ച്വലി പ്രശ്നമായത്. പിന്നെ അല്ലാതെ നോക്കാതിരിക്കാൻ പറ്റൂല്ലോ, ഇങ്ങനെ നേരെ ഇങ്ങനെ ചെയ്യല്ല, അപ്പൊ കണ്ണിലേക്ക് അറിയാൻ നോക്കി പോവുമല്ലോ. അതാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്ന കണ്ണ്, ഇങ്ങനെ ആലില കണ്ണുകൾ. അയ്യോ ഉപമിക്കാം. പിന്നെ ചേട്ടാ, ചെറുക്കന്റെ വീട്ടുകാർക്ക് കഴിവുണ്ടാവാം, പക്ഷെ ചെറുക്കന് കഴിവുണ്ടാവണം. അതാണ് നമ്മളെ പെണ്ണിന്റെ കഴിവുണ്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചു. ഞങ്ങളുടെ കുടുംബപ്പേര് കളഞ്ഞറാ. ഞങ്ങളുടെ കുടുംബത്തെ പേര് കളയാനുണ്ടായ ഓരോ വീട്ടിലും ഉണ്ടാവൂല്ലോ ഇതുപോലെ. അല്ലാതെ കേറുന്നതിന് മുമ്പ് ഞാൻ ദുർഗയ്ക്ക് അപ്പാപ്പാ ക്ഷമിക്കപ്പാപ്പാ, ഞാനവിടുന്ന് പുള്ളി പോയി കാണുന്നു. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു ഷിയാസിന് കണ്ണിലേക്ക് എന്താ പറയാ നോക്കാൻ പറ്റാത്തോണ്ടായിരിക്കും. ശരിക്കും ദുർഗയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഹൈലൈറ്റ് പോയിന്റ് പതായിട്ട് വന്നു. എന്തുകൊണ്ട് കണ്ണിലേക്ക് നോക്കാൻ പറഞ്ഞേ? അത് വേറെ ടിപ്പായിരുന്നു. ഓഹോ, അങ്ങനെ കോൺസെൻട്രേഷൻ കളയാൻ. ശരി, ഓക്കെ. എന്തായാലും കോൺസെൻട്രേഷൻ പോയോ ഷിയാസ്? പോയല്ലേ? അല്ല, കണ്ടില്ലേ തോറ്റുപോയത്. പിന്നെ എങ്ങനെ ജയിക്കാൻ പറ്റും? ലക്ഷ്യമാണ് പ്രാധാന്യം, മാർഗം തടസ്സമല്ല. ഒരു കാര്യം ചെയ്യാം, നേരിട്ട് നേരത്തെ ഗെയിം കളിക്കണോണ്ടായിരുന്നല്ലോ, നേരിട്ട് കണ്ണി നോക്കാൻ പറഞ്ഞ കോൺസെൻട്രേഷൻ പോവും. അത് പോവാൻ വഴിയില്ല തോന്നുന്നത്. പോവാൻ വഴിയില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്നാന്നറിയാം, അവൻ എങ്ങനെയെങ്കിലും ഒന്ന് നോക്കണം. അല്ലാതെ ശരി, ഒന്ന് നോക്കിക്കാൻ പറ്റും. കണ്ണ് കണ്ണ് ജിമ്മാ യോഗ പോയ കുഴപ്പമുണ്ടോ? Your time starts now. ദുർഗ, എന്നെ നോക്കി കണ്ണ് ചിമ്മിട്ട് കാര്യമില്ലല്ലോ. കരഞ്ഞു കുട്ടി എന്നെ നോക്കി. അല്ല, ആക്ച്വലി ഇതില് കണ്ണടച്ചത് ആരാ? അല്ല, ഈ ഒരു സ്നേഹത്തിന്റെ ആ ഒരു തീക്ഷ്ണതയുടെ മുന്നില് സങ്കടം വന്നു പോയതാണോ? അല്ലോ, എത്ര നേരം എന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇയാളെ തന്നെ നോക്കിയിരിക്കണേ. കുടുംബ തറവാടിന്റെ മാനം കാത്തു മതി, ഇനി അടികൊണ്ടാലും വേണ്ട. സങ്കടം വന്ന് കരഞ്ഞതാ ഞാൻ. ഷിയാസിന്റെ കണ്ണിൽ കൂടെ എന്തൊക്കെയാ പോയെ? പാട്ട് ആസ്വദിച്ച് ഇങ്ങനെ ദുർഗേനെ നോക്കിട്ട് പാട്ട് പാടണ നിന്റെ ഭാവി പോകൂടാ. ചേർന്നിരുന്നാൾ തിരുവോണം ഉത്തരാടം ഇവിടെ കരഞ്ഞു ഞാൻ. അതെ, ഇങ്ങനെ മറ്റൊക്കെ പാടിക്കഴിഞ്ഞാ എന്തായാലും കരയും. നമ്മളെ കടയിൽ പൊട്ടിക്കൽ. എന്തായാലും ദുർഗ ജയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് എന്നെ കെട്ടാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിരുന്നോ? ഇംപ്രസ് ചെയ്യാനല്ലേ പറഞ്ഞേ ഞാൻ. ഞാൻ ജയിക്കാൻ വേണ്ടി പല കളി കളിക്കും. അതെ, എന്നെ ഇംപ്രസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ചതിയായി പോയത്. ഒരു ചാൻസും കൂടെ വേണം. നിനക്ക് ജയിക്കാൻ ചാട്ടേണ്ടറാ. അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇവന് ഞാൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ വലിഞ്ഞു കയറാൻ എന്താ ഇൻട്രോയില് വലിഞ്ഞു കയറാൻ നോക്കിയതോ? അല്ല, അത് എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായതുള്ളതാണ്. അവർക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും?
എന്നെങ്കിലും വീടാണെങ്കിൽ കുഴപ്പമില്ല ഇത് അതും വീഴും. ശരി, അപ്പൊ ഇതിലും 1 പോയിന്റ് ഇപ്പൊ കിഷോറിന്റെ ടീമിലേക്ക് നമ്മുടെ ദുർഗയാണ് ആദ്യം വന്ന് ഗെയിം കളിച്ചത്. വിത്തിൻ സെക്കൻഡ്സ് ആണ് പോയിന്റ് സ്കോർ ചെയ്ത് പോയത്. വെരി ഗുഡ്, ഗുഡ് ജോബ്. മോശം മോശമല്ല എന്ത് അത് ദുർഗയുടെ കഴിവല്ല, അതാ ഞാൻ പറയണത്. എന്നാ എന്താ പറയാ ആവാഹിച്ചു എന്താ 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 ആവാഹിച്ചു ആവാഹിച്ചു. അത് തന്നെ ആവാഹിച്ചു. നീ കുറച്ചു നേരം എന്റെ കഴിവുകേട് മൊത്തം ആ കൊച്ചു കണ്ടുപിടിക്കൂട്ടോ. അതാണ് അല്ലെങ്കിൽ ഞാൻ വിട്ടുകാരില്ലാട്ടോ. എവിടെയൊക്കെ ഒരുപാട് പെമ്പളെ എന്നെ ആവാഹിക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ ആവാഹിക്കാതെ അല്ല അവിടെ ഇവിടെ അവിടെ ഓക്കെ. ഏതായാലും ഇനി പണിഷ്മെന്റിലേക്കാണ് പോണേ. അതിന് മുമ്പായിട്ട് ദുർഗയ്ക്ക് ഒരു വലിയ കൈ കൊടുക്കാണ് കേട്ടോ. ഗുഡ് ജോബ്, അസലായിട്ട് കളിച്ചു. ആദ്യമായിട്ട് ഈ ഫ്ലോറിൽ വന്നിട്ട് ഒരു ഗെയിം കളിക്കാൻ എല്ലാവരും മുട്ടൊന്ന് വരയ്ക്കും. പക്ഷെ സിമ്പിൾ ആയിട്ട് ഷിയാസ് അതിൽ വീണുപോയി. ഓക്കെ, ഗുഡ് ജോബ്. 1 വീണ് പോയതല്ലേ എന്നെ വീഴ്ത്തി കളഞ്ഞു എന്ന് പറ. അങ്ങനെയും പറയാം. നീ എന്തേലും ഒന്ന് വാ തുറന്ന് സംസാരിക്കട, അല്ലെ പ്രതിമയാണെന്ന് വിചാരിക്കും. ശരി, അപ്പോ ഏതായാലും നമ്മൾ 1 പോയിന്റ് അതാ കിഷോറിന്റെ ടീമിലേക്ക് ദുർഗ സ്കോർ ചെയ്തിരിക്കുകയാണ്. ഗുഡ് ജോബ്. ഇരുന്നോളൂ. അങ്ങനെ സുധികളിയൻ 3 മാസത്തിന് ശേഷം ഒരു കോമഡി അടിച്ചിരിക്കുകയാണ്. ആഹ്ലാദിപ്പിൻ